പുറത്തിറങ്ങാൻ പറ്റാത്ത മഴയാണല്ലേ ഇപ്പോൾ. എല്ലായിടത്തും ഒരേപോലെ തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേറെ സ്ഥലത്ത് പോകുമ്പോഴാണ് കേട്ടോ മഴ പെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് മനസ്സിലാവുന്നത്. ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമായിരിക്കും, പക്ഷെ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അവർക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ. ഇപ്പോൾ ഞങ്ങളെങ്ങോട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേതാക്ക് സ്നാക്സ് മേടിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് ചിഞ്ചുൻ്റെ വീഡിയോ കാണുന്നത്. അവൾ വീട്ടിലേക്ക് പോവാണ്. അവൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവൾക്ക് എന്നെ കാണണം കേട്ടോ. എന്നെ കാണാണ്ട് അവൾക്ക് ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. ഇത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് പറഞ്ഞതാണ് കേട്ടോ. അവൾ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. അങ്ങനെ പോണ വഴിക്ക് ഞങ്ങൾ അവരെ കണ്ടിട്ട് പായസം വാങ്ങിക്കാൻ വേണ്ടി നിർത്തിയേക്കായിരുന്നു. അങ്ങനെ ദൈക്കാക്കും ചിഞ്ചും ഒക്കെ കൂടിയിട്ട് പായസം എല്ലാം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴ നല്ലോണം പൊടിയുന്നുണ്ടായിരുന്നു. കടയിലേക്ക് പോണത് കൊണ്ടിട്ട് ഞങ്ങൾ കാർ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങോട്ട് വരുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് കയറിയില്ല കേട്ടോ. കാരണം ചിഞ്ചിന് ഷെഫീക്കിനൊരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. ഷെഫീർക്കാക്ക് അവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഉമ്മിച്ചിനെ കയറ്റിയിട്ട് ഞങ്ങൾ കാറിന് പോയി. കാരണം ബൈക്കിന് പോകാൻ പറ്റില്ലായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ ദേവ് സ്ഥലം കണ്ടുകൊണ്ടിരിക്കാൻ കേട്ടോ. എല്ലാവരും ഉണ്ട്, പിള്ളേരും ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഇത്താത്ത കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഇത്താത്ത വന്നില്ല കേട്ടോ. സ്ഥലം കാണുന്ന ഇടയിൽ ഭയങ്കര മഴ പെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഉമ്മിച്ചിയുടെ എന്തോ സ്പെഷ്യലൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കുടിച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ചിഞ്ചുയുടെ ചെരുപ്പെടുത്ത് അന്വേഷിച്ച് കിണറ്റിലിട്ടിട്ട് ചിഞ്ചുവിനൊരു പണി കൊടുത്തത്. അങ്ങനെ വർത്താനെല്ലാം പറഞ്ഞിരുന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. നേരെ നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടില്ല.